ഇത് നമ്മൾ പറഞ്ഞതാണ്. ആ അപ്പൊ ഇതിനി പറയണ്ടല്ലോ. ആ ഇതിന്റെ ബാക്കി എന്തിന്റെ കൺസ്ട്രക്ഷൻ പറയണം എന്നാ പറയണത്. ഇത് കൺസ്ട്രക്ഷൻ പറയാന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ ഹൗ ക്യാൻ യു കൺസ്ട്രക്ട് LED ബൾബ് എന്ന് പറഞ്ഞിട്ട് ചോദ്യമൊന്നും വരില്ല. പിന്നെ നമ്മളിത് എന്തിനാ ചോദിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇത് എന്തിനാ തന്നതെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾക്ക് പ്രായോഗിക ജീവിതത്തിൽ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇതിന്റെ ഉപയോഗം. ഇതിൽ ചോദ്യം വരെ ഈ പെട്ടിക്കള്ളിയിലുള്ള സാധനം മാത്രമാണ് ചോദ്യം വരെ പരീക്ഷയ്ക്ക് കേട്ടാ. ഇത് ഇപ്പൊ ഒരു ചിത്രം തന്നിട്ട് എന്താണ് ഈ സാധനം ചോദിക്കും. ഇപ്പൊ ഇതെന്താണ് സാധനം ചോദിക്കും. ഈ പടം തന്നിട്ട് ഇപ്പൊ നമ്മൾ അതിന്റെ പേര് പറയണം. ഹീറ്റ് സിങ്ക്. ഇതെന്താ സാധനം ചോദിച്ചാൽ ബേസ് പ്ലേറ്റ്. ഇതെന്താന്ന് ചോദിച്ചാൽ ബ്ലാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. അതുപോലെ ഇതെന്താന്ന് ചോദിച്ചാൽ LED എന്താണ് ഡ്രൈവർ. അങ്ങനെ നമ്മൾ അതിന്റെ പേരുകളാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഇപ്പൊ ഈ ഹീറ്റ് സിങ്കും ബേസ് പ്ലേറ്റും ഒക്കെ നമ്മൾ അതിന്റെ ഉപയോഗം കൂടി പഠിച്ചാൽ നല്ലതാ. നല്ലത് അതും ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹീറ്റ് സിങ്ക് എന്ന് ചോദിച്ചാൽ അബ്സോർബ് ഹീറ്റ്. അതാണ് ഒറ്റ വാക്കില് അബ്സോർബ് ഹീറ്റ്. കണ്ട അതിൽ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഹീറ്റ് സിങ്കിന്റെ പർപ്പസ്. അപ്പൊ നമ്മളത് പറയണം. അതുപോലെ ബേസ് പ്ലേറ്റ് എന്തിനാ? ദാറ്റ് മെറ്റൽ പ്ലേറ്റ് ദാറ്റ് ഫിക്സസ് ടു ഹോൾഡർ. ഹോൾഡറുമേ നമ്മൾ ഫിക്സ് ചെയ്യുന്ന മെറ്റൽ പ്ലേറ്റ് ആണ് ഏത്? ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ വേറെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളില്ല. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. എങ്ങനെ? ദ പാർട്ട് ഫ്രം വിച്ച് ലൈറ്റ് കംസ് ഔട്ട് ഓഫ് ദ ബൾബ്. എന്താ പറയുക? ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ചോദിക്കാം. പിന്നൊരു ചോദ്യം. പിന്നെ ഇതാ LED എന്താ ഫങ്ഷൻ അല്ലെ? വാട്ട് കൺവേർട്ട് AC ഇൻടു DC. അത് ചോദിച്ചാൽ അതൊരു ജനറൽ ക്വസ്റ്റ്യനാ. അത് LED മാത്രമല്ല, അത് എല്ലാ ഡയോഡുകളും ചെയ്യുന്ന പണിയാണത്. LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഡയോഡിന്റെ വർക്കാണ് അത്. എന്ത് ചെയ്യുക? AC-നെ DC ആക്കുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കൂ, ഇത് കണ്ട. ഇത് റിപ്പയർ ചെയ്യാനിരിക്കുന്ന ഒരാളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ആയുധങ്ങളാണ് ഈ കാട്ടിയുള്ളത്. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവണം? പ്ലയർ ഉണ്ടാവണം, പിന്നെ സോൾഡറിങ് അയോൺ ഉണ്ടാവണം, വയർ സ്ട്രിപ്പർ. എന്നുവെച്ചാൽ അത് വയർ നമുക്ക് ഇതാക്കാനൊക്കെയാണത്. പിന്നെ സോൾഡറിങ് അയോണിന്റെ കൂടെ സോൾഡറിങ് ലെഡ്, പിന്നെ സോൾഡറിങ് ബാഗ്സ്, പിന്നെ ഇൻസുലേഷൻ ടാപ്പ് പലയിടത്തിലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കാൻ. പിന്നെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നുണ്ട്. ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഹീറ്റ് സിങ്കിനെ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുമേ ഒട്ടിച്ച് നിർത്താനായിട്ട് നമ്മൾ ഹീറ്റ് സിങ്ക് കൊണ്ട് തട്ടിപ്പൊട്ടിച്ചെടുക്കും നമ്മൾ. എന്നിട്ട് വീണ്ടും അത് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണമെങ്കിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് അത് ഒട്ടിക്കുക. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഓക്കെ, ഇനി ഇതെങ്ങനെയാ ഇതിന്റെ കൺസ്ട്രക്ഷൻ? ഫിക്സ് ദ ബേസ് യൂണിറ്റ് ബൈ പഞ്ചിങ് ഇറ്റ് ഓൺ ദ ഹീറ്റ് സിങ്ക്. ബേസ് യൂണിറ്റ് എന്താ? ബേസ് യൂണിറ്റ് ആ പടത്തിൽ നോക്കിയിട്ട് തന്നെ പറയാൻ വരും. ഇതാണ് ഹോൾഡറുമ്പോ നമ്മൾ പിടിപ്പിക്കുന്ന സാധനം. അത് ഏതുമ്പോ നമ്മൾ പിടിപ്പിക്കണം എന്നാ പറയണത്? ബേസ് പ്ലേറ്റുമ്പോ നമ്മളത് ഫിക്സ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് ഇതിന്റെ ഇവിടെ ഒരു ഓട്ടമുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ വയറെടുത്തിട്ട് പുറത്തേക്ക് കണ്ട ഈ ബേസ് പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. അതാണ് ചെയ്യേണ്ടത്. കണ്ട, ഇത് എവിടെ കാണിക്കാണ്ട്? കണ്ട, ഇത് ഹോൾഡർ. ആ ഹോൾഡറിന്റെ ഉള്ളിൽ കൂടെ വയറാ. ഇതേ കണ്ട ഈ സാധനം ഞാൻ ഈ മൗസ് പോയിന്റ് പോണത് കാണിക്കാണില്ലേ? അതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുന്നു. ഒരു മിനിറ്റ് കേട്ടാ. ഹലോ,
അതെ, അത് ഞാൻ ക്ലാസ് തുടങ്ങി, അതാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഒന്നുകൂടി ആക്ക് കേട്ടാ. ശരി. ഓക്കെ. ഇതാ ഇത് പിന്നെ ആരതിപ്പൊന്ന് അവസാനിക്കും. ഓക്കെ. അപ്പോ കണ്ട, ഇവിടെ ഹോൾഡറിന്റെ ഉള്ളിൽ കൂടെ ഒരു വയർ, ഹോൾഡറിന്റെ രണ്ട് ആ ഭാഗത്തുനിന്ന് ബൾബിന്റെ രണ്ട് മുട്ടുകള് അല്ലെ, ഹോൾഡറിന്റെ ഉള്ളിലെ രണ്ട് കുറ്റിയുമ്പോ നിൽക്കുന്ന തൊടുന്ന ഭാഗത്തു നിന്നുള്ള വയറ ഈ ഹീറ്റ് ഈ കപ്പിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഉള്ളിൽ കൂടെ അങ്ങോട്ട് എടുക്കുന്നു. എടുത്തിട്ട് ഈ കപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഹോൾഡറുമ്മ പിടിപ്പിക്കും. അതാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായിട്ട് ഫിക്സ് ദ ബേസ് യൂണിറ്റ്. ആ കപ്പിനെ പറയുന്ന പേരാണ് ബേസ് യൂണിറ്റ്. ബൈ പഞ്ചിങ് ഇറ്റ് ഓൺ ദ ഹീറ്റ് സിങ്ക്. അത് ഹീറ്റ് സിങ്കുമ്മ തട്ടിയിട്ട് നമ്മളോട് അത് ഒട്ടിക്കാനാ പറയണത്. പിന്നെ കവർ ദ പവർ സപ്ലൈ ബോർഡ് യൂസിങ് ദ ഇൻസുലേഷൻ ടൈപ്പ് in such a way that input and output supply wires will be visible out but not get covered with dust or moisture. അപ്പൊ ഈ പവർ സപ്ലൈ ബോർഡിനെ നമ്മളോട് പറയണത് എന്താണ്, പൊടിയൊന്നും തട്ടാത്ത വിധത്തിൽ ഇൻസുലേഷൻ ടൈപ്പ് കൊണ്ട് ഒട്ടിക്കാനാ പറഞ്ഞത്. പവർ സപ്ലൈ ബോർഡ് ഏതാ? ഇതേ അല്ലേ, ചിപ്പ് ബോർഡ് എന്ന് പറയുന്ന സാധനം. ഫിക്സഡ് ഓൺ ദി സ്ക്രൂ. പവർ സപ്ലൈ ബോർഡ് തന്നെയല്ലേ? അതന്നെ. ഒരു മിനിറ്റ്. പവർ സപ്ലൈ ബോർഡ് ഇതാ, ഇത് LED ഡ്രൈവർ എന്ന് പറയുന്നത് അല്ലെ, മുകളിലത്തെ അല്ലെ. അതിന്റെ സ്ഥാനം നോക്കി ചിത്രത്തില്. ഇതിപ്പോ നമ്മളൊരു LED ബൾബ് ഊരിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കാണാം. അത് ഇതിന്റെ ഉള്ളിലാണ്. ഏതിന്റെ ഉള്ളില്? ബേസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ബേസ് യൂണിറ്റിലും ഹീറ്റ് സിങ്കിന്റെ ഉള്ളില് കണ്ടാ, ഹീറ്റ് സിങ്കിന്റെ ഉള്ളില് ആണ് ഇത് വരണത്. എന്നിട്ട് അതിന്റെ പോളിലാണ് നമ്മുടെ ബേസ് പ്ലേറ്റ് എന്ത് ചെയ്യണത്, ഉറപ്പിക്കണത്. എന്നിട്ട് ആ ബേസ് പ്ലേറ്റിന്റെ പുറത്താണ് ഏത് ഉറപ്പിക്കണത്, പോയിന്റ് LED ചിപ്പ് ബോർഡ് ഉറപ്പിക്കണത്. അത് കഴിഞ്ഞിട്ട് അതിനെ കവർ ചെയ്യുന്ന സാധനമാണ് ഏത്, ഡിഫ്യൂസർ. ഓക്കെ. അപ്പൊ ഈ സ്ക്രൂ മാത്രമാണ് ഇവിടെ ഉറപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതിന്റെ ഓർഡർ നോക്കുക. ബേസ് യൂണിറ്റിന്റെ മുകളില് ഹീറ്റ് സിങ്ക് ഉറപ്പിക്കുന്നു. ഹീറ്റ് സിങ്കിന്റെ ഉള്ളിൽ കൂടെ വയർ എടുത്തിട്ട് ആ വയറേമ്മ നമ്മൾ എന്ത് ചെയ്യുന്നു, LED ഡ്രൈവർ അഥവാ പവർ സപ്ലൈ ബോർഡ് നമ്മൾ ഉറപ്പിക്കുന്നു. ആ പവർ സപ്ലൈ ബോർഡ് ഉറപ്പിച്ചിട്ട് അതിന്ന് കണക്ഷൻ നമ്മൾ ഈ ഹീറ്റ് സിങ്ക് പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് അത് ഏതുമലേക്ക് കണക്ട് ചെയ്യുന്നു, LED ചിപ്പ് ബോർഡുമ്മ കണക്ട് ചെയ്യുന്നു. ദെൻ ചിപ്പ് ബോർഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിഫ്യൂസർ കപ്പ് വെച്ച് ഉറപ്പിക്കും. അപ്പൊ അത് ഉറപ്പിക്കുന്ന ഇതാണ് അതിന്റെ ഓർഡർ. അപ്പൊ അത് ഇവിടെ ഒന്ന് പറയണം അതിന്റെ ഓർഡറിൽ. ഫിക്സ് ദ വയർ സീൻ ഓൺ ദ ഇൻപുട്ട് പാർട്ട് ഓഫ് പവർ സപ്ലൈ ബോർഡ് ടു ദ ബാക്ക് കണ്ടക്ടർ ബൈ പാസിംഗ് ഇറ്റ് ത്രൂ ദ ഹീറ്റ് സിങ്ക് ആൻഡ് ടെർമിനൽ ഹോൾസ്. അതായത് ഹീറ്റ് സിങ്കറിന്റെ ഉള്ളിൽ കൂടെ ഒരു ഓട്ട ഉണ്ട്, സെന്ററിൽ കൂടെ. എന്തെങ്കിലും നോക്കിയാൽ കാണാം അല്ലെ, ഹീറ്റ് സിങ്കിന് ഉള്ളിൽ കൂടെ ഒരു ഓട്ട ഉണ്ട്. ആ ബേസ് പ്ലേറ്റിനും ഉണ്ടാവും ഓട്ട. ഹീറ്റ് സിങ്കിന്റെ ഉള്ളിൽ കൂടെ വയറെടുത്തിട്ട് LED ഡ്രൈവറിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വയറെടുത്തിട്ട് ബേസ് പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇടുന്നു. ദെൻ അത് പുറത്തേക്ക് ഇട്ടാൽ പിന്നെന്താ, then in the board and black wire into the നോക്കുക, ഫിക്സ് റെഡ് വയർ. പിന്നെ ഹീറ്റ് സിങ്ക് ആൻഡ് ടെർമിനൽ ഹോൾസ്. ഹീറ്റ് സിങ്കിലൂടെയും ടെർമിനൽ ഹോൾസിലൂടെയും പുറത്തേക്ക്. ദെൻ ഫിക്സ് റെഡ് വയർ ഓൺ ഔട്ട്പുട്ട് ഇൻ ടു ദ പാർട്ട് മാർക്ക്ഡ് പോസിറ്റീവ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം. ഇതിന്റെ കണക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം, വയർ കണക്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് വെക്കണം. എങ്ങനെ ചെയ്യണം? റെഡ് വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ട് വരുന്നത് അതിലൂടെയാണ്, വൈദ്യുതി വരുന്നത് അതിലൂടെയാണ്.
അത് പോസിറ്റീവിലും കണക്ട് ചെയ്യണം. ബ്ലാക്ക് വയർ എന്ന് പറഞ്ഞാൽ അത് ഇതാണ്, ഏതാ, ന്യൂട്രലാണത്. എന്താണ്, ഫേസ് ന്യൂട്രലും. അത് നെഗറ്റീവിലും കണക്ട് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ട സാധനം. ഇനി അപ്ലൈ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് അറ്റ് ദ ബാക്ക് ഓഫ് LED പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, LED പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുമേ നമ്മൾ അതിന്റെ പിന്നിൽ നമ്മൾ പശ പോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇത് ബേസ് പ്ലേറ്റുമേ എന്ത് ചെയ്യണം, ഒട്ടിച്ചു വെക്കുക എന്നാ പറയുന്നത്. അതിന്റെ പുറകിൽ വെച്ചിട്ട് ബേസ് പ്ലേറ്റുമേ നമ്മളവിടെ അത് ഒട്ടിച്ചു. പ്രസ് ആൻഡ് ക്ലോസ് ദ ഹീറ്റ് സിങ്ക് ബൈ യൂസിങ് ഡിഫ്യൂസർ കപ്പ്. ഇനി ഹീറ്റ് സിങ്ക് അമർത്താൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ സാധനം, ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടർ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് അതിമ തേച്ചിട്ട് അത് ബേസിക് പ്ലേറ്റുമേ ഒട്ടിച്ചു വെക്കുന്നു. പ്രസ് ആൻഡ് ക്ലോസ് ദ ഹീറ്റ് സിങ്ക് ബൈ യൂസിങ് ഡിഫ്യൂസർ കപ്പ്. പിന്നെ ഡിഫ്യൂസർ കപ്പ് വെറുതെ അതിമ ടൈറ്റ് ആക്കി വെക്കുള്ളൂ. ഡിഫ്യൂസർ കപ്പ് നമ്മൾ സാധാരണ നമുക്ക് ബൾബും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഇങ്ങോട്ട് പോരും പുറത്തേക്ക്. ഇത്രയാണ് അതിന്റെ വർക്കിംഗ്. ഇത് സാധാരണ ചോദിക്കാറില്ല കേട്ടാ, എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അത് പറഞ്ഞത് മാത്രം. ഇനി റിപ്പയറിംഗ് ഡാമേജസ് ഇൻ LED ബൾബ്. LED ബൾബ് എങ്ങനെയാ റിപ്പയർ ചെയ്യാന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാൻ കിട്ടും. ആൾക്കാർ ചെയ്യണതുണ്ട്, ഇഷ്ടംപോലെ വീഡിയോകളുണ്ട്. LED ബൾബ് ഈസ് കോമ്പിനേഷൻ ഓഫ് മെനി LEDs connected in series. LED bulb will fail to emit light if any one LED damaged or it contact of any LED is lost. ഏതെങ്കിലും ഒരു LED ഡാമേജ് ആയാൽ പിന്നെ ബാക്കി ഒറ്റ LEDയും കത്തില്ല. ഇനി ഒരു LED നഷ്ടപ്പെട്ടാലും അത് കത്തില്ല. അപ്പോ ഇനി LED bulb will not emit light if the rectifier or load resistor or filter capacitor is damaged. അപ്പോ LED ബൾബ് ഫ്യൂസ് ആവുന്ന സന്ദർഭങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്ന്, LED ബൾബ് ഫ്യൂസ് ആവുന്ന ഒരു സന്ദർഭം, LED ബൾബിന്റെ ഉള്ളില് വരിവരിയായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന LED ബൾബിലെ ഏതെങ്കിലും ഒന്ന് ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുണ്ടാവുക. ഏതെങ്കിലും ഒരു LED കത്താതെയായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു LEDയുടെ കണക്ഷൻ വിട്ടുപോയാൽ അത് കത്തില്ല. അപ്പൊ ബൾബ് കത്തില്ല. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം പറഞ്ഞത് ലൈറ്റ് റെക്ടിഫയർ. LED bulb will not emit light if the rectifier or load resistor or filter capacitor is damaged. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കണ്ടില്ലേ, ഏതാ, ഇതാ ഈ പറയുന്ന പവർ സപ്ലൈ ബോർഡ് എന്ന് പറയുന്ന സാധനം കണ്ട, ഈ സാധനം ഇത് കംപ്ലൈന്റ് വന്നാലും LED ബൾബ് എന്ത് ചെയ്യില്ല, കത്തില്ല. അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ, രണ്ട് കാരണങ്ങൾ. മനസ്സിലായോ? ഫിക്സ് ദ വയേഴ്സ് ഇൻ ദ, പിന്നെ അത് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത് പറഞ്ഞത് ഈവൻ എ മൈനർ ഡാമേജ് ഇൻ LED ബൾബ് വിൽ ലീഡ് ടു കംപ്ലീറ്റ് ഫെയിലിയർ ഇൻ വർക്കിംഗ് ഓഫ് ദ ബൾബ്. ഹൗ ക്യാൻ ദീസ് എറേഴ്സ് ക്യാൻ ബി. അപ്പോ ചെറിയൊരു, അപ്പൊ ഈ രണ്ട് പാർട്ടിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, തകരാറുണ്ടാവുള്ളൂ. ഇതല്ലാതെ മൂന്നാമതൊരു പാർട്ട് തകരാറുള്ളതില്ല. ഈ രണ്ട് പാർട്ടിൽ മാത്രമേ തകരാറുണ്ടാവുള്ളൂ. ഈ രണ്ട് പാർട്ടിൽ ചെറിയൊരു തകരാറുണ്ടായാൽ മതി, ബൾബ് കത്തില്ല. സാധാരണ നമ്മുടെ വീട്ടിലെ ബൾബിനൊക്കെ ബൾബ് കുറെ കഴിഞ്ഞ് ഫ്യൂസ് ആവുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടിൽ ഏതെങ്കിലും ഒന്ന് പോകുന്നു എന്നാണ് അർത്ഥം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ പാർട്ടുകൾ വളരെ നിസാര വില കൊടുത്താൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ കയ്യിൽ ഒരു സോൾഡറിങ് അയേണും പിന്നെന്താ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ നന്നായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇലക്ട്രീഷ്യന്മാർ ചെയ്യുന്ന അത്ര വേഗത്തിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ ഇത്തിരി കൂടി ക്ഷമയൊക്കെ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി LED ബൾബിന്റെ മെയിൻ കോമ്പോണന്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മളോട് ഇവിടെ ഒരു ഡാമേജ് ആയിട്ടുള്ള LED ബൾബ് വെച്ചിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. നോക്കൂ, ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ സാധനങ്ങളൊന്ന് പേര് കേട്ടുള്ളൂ. A എന്ന് പറയുന്നത് സോൾഡറിങ് അയൺ കണ്ടില്ലേ, അത്. B എന്ന് പറയുന്നത് മൾട്ടിമീറ്റർ എന്ന് പറയും. അതായത് വോൾട്ടും കണക്ഷനും ഒക്കെ അറിയാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് എന്താ, B, മൾട്ടിമീറ്റർ എന്ന് പറയാം. മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ ഒരുവിധം ഇലക്ട്രിസിറ്റിയുടെ എല്ലാ പരിപാടികളും നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. C എന്ന് പറഞ്ഞാൽ ടെസ്റ്റർ. സാധാരണ AC ഒരു പോയിന്റിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ടെസ്റ്റർ. ടെസ്റ്ററിന്റെ ആ പ്രവർത്തനം മൾട്ടിമീറ്ററും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിന്റെ പ്രത്യേകത ചെറിയ ചാർജ് പോലും എടുത്ത് കാണിക്കും. ടെസ്റ്റർ അത് കാണിക്കില്ല. 230 വോൾട്ട് വന്നാലേ ടെസ്റ്റർ പ്രവർത്തിക്കുള്ളൂ. ഇനി പിന്നെ പറഞ്ഞത് സ്ക്രൂ ഡ്രൈവർ കണ്ടിട്ടില്ലേ നിങ്ങൾ? പിന്നെ പറഞ്ഞത് LED ചിപ്പ്. LED ചിപ്പ് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു കാണിച്ചു തന്നിട്ടുള്ളത്.
അതുപോലെ നോസ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റം കൂർത്തിട്ടുള്ള പ്ലെയറാണ് നോസ് പ്ലെയേഴ്സ് എന്ന് പറയും. പിന്നെ ട്വീസർ എന്ന് പറയുന്നത് ചവണ എന്ന് പറയും മലയാളത്തിൽ. ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഇതിൽ ചില കൈകൊണ്ട് നമുക്ക് കടത്താൻ പറ്റാത്തോടത്തിൽ ഇത് ഉപയോഗിച്ചിട്ട് ചില കമ്പികളൊക്കെ വളയ്ക്കാനും തിരിക്കാനും ഓട്ടയുടെ ഉള്ളിൽ കൂടെ കടത്താനൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അത് അത്രേ ഉള്ളൂ കേട്ടോ. ഇനി എങ്ങനെ നമുക്കൊരു LED ബൾബ് സയന്റിഫിക് ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. സെഗ്രിഗേറ്റ് ദ പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക് ആൻഡ് മെറ്റൽ കോമ്പോണൻസ് ഓഫ് LED ബൾബ് ആൻഡ് ട്രാൻസ്ഫർ ദം ടു ദെയർ റെസ്പെക്റ്റീവ് ഡിസ്പോസൽ യൂണിറ്റ്സ്. നമ്മുടെ നാട്ടിലൊന്നും ഈ വക പരിപാടിയൊന്നും ഇല്ല, പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നതാണ്. പ്ലാസ്റ്റിക് അവർ വേർതിരിക്കും, ഇലക്ട്രോണിക് മെറ്റൽ കോമ്പോണന്റ് അവർ വേർതിരിക്കും കേട്ടാ. എന്നിട്ട് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ മാത്രം പ്ലാസ്റ്റിക്കിന്റെ ഇടാനായിട്ടുള്ള ഒരു ബക്കറ്റിലിടും, ഇലക്ട്രോണിക് മെറ്റൽ കോമ്പൗണ്ട് അതിൻ്റെതായിട്ടുള്ള സാധനങ്ങൾക്കായിട്ടുള്ളത് ഇടും. ഇങ്ങനെ അവർ തരം തിരിച്ചിട്ടാണിത് അല്ലെ. എല്ലാ വീടുകളിൽ നിന്ന് തന്നെ തരം തിരിവിക്കൽ തുടങ്ങും. വിദേശ രാജ്യങ്ങളിലൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യം, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. Don't you have to enhance the use of LED bulb which are environment friendly and suitable for energy conservation? നമുക്ക് എന്താ പറയാ, ഊർജം ലാഭിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് എന്താണ്, LED ബൾബുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ച് ശീലിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു. ഇതിൽ കുറെയൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി ഏതാ ചെയ്യാനുള്ളത്, എവിടെ നിന്നിട്ട് ചെയ്യാനുള്ളത്? 14. ഓക്കെ. When a 12-volt battery is connected to resistor 2.5 M എന്താണ് MA എന്ന് പറയുന്നത്, എന്താ, ആംപിയർ അല്ലേ, കറന്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. If so, what is the resistance of the resistor? എത്രയാ? 2.5 M ആംപിയർ കറന്റ് സർക്യൂട്ടിലൂടെ ഒഴുകുമെന്നാണ് പറയുന്നത്. If so, what is the resistance of the resistor? അങ്ങനെയാണെങ്കിൽ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എത്ര ഓം എന്നുള്ളത് കണ്ടുപിടിക്കണം. ശരിയല്ലേ? നമുക്ക് എന്താ ഇവിടെ പറയണത് നോക്കൂ. അതായത് നോക്കൂ, പറഞ്ഞില്ല, നോക്കൂ ഇവിടെ പറയണത് 9 വോൾട്ട് അല്ല 12 വോൾട്ട് ബാറ്ററി അല്ലേ, 12 വോൾട്ട് ബാറ്ററി അല്ലേ, ഒരു പ്രതിരോധകവുമായിട്ട് ബന്ധിപ്പിച്ചു. അപ്പോ എത്ര വൈദ്യുതി ഉണ്ടായി എന്നാ പറയണത്, വൈദ്യുത പ്രവാഹ തീവ്രത I എന്ന് പറയുന്നത് 2.5 M എങ്കിൽ പ്രതിരോധകത്തിന്റെ പ്രതിരോധം എത്ര എന്നാണ്. അപ്പൊ ഇവിടെ തന്ന സാധനങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ വോൾട്ട് V 9 V ഓക്കെ അല്ലേ, അത് കാണാല്ലേ നിങ്ങൾക്ക്? 12 വോൾട്ട്, സോറി 12 വോൾട്ട്. പിന്നെ എത്രയാ കറണ്ട്, എത്രയാ? 2.5 ആംപിയർ. I എന്ന് പറയുന്നത് 2.5 ആംപിയർ. അപ്പൊ R എത്ര? സിമ്പിൾ കണക്കാണ്, നമുക്കറിയാം. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സാധനം ഏത്, ഇതിന്റെ അടിയില് ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, ഞാൻ ഇക്വേഷൻ ഇതിന് ഉപയോഗിക്കാറില്ല കേട്ടോ, കാരണം ഇതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് V, ഇത് I, ഇത് R. V എത്രയാ? 12. I എത്രയാ? 2.5. അപ്പൊ R എത്രയാ? R ഈസ് ഈക്വൽ ടു 12/2.5. എത്ര വരും? എത്രയാ? 12 വോൾട്ട് ബൈ 2.5 അല്ലേ. അപ്പോ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു കാര്യം വിട്ടുപോയി.
ഇതിൽ 2.mAh അല്ലേ പറഞ്ഞുള്ളത്? MA എന്ന് വെച്ചാൽ MA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അല്ല, അത് MA ആണ്. MA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയറിന്റെ ചെറിയ യൂണിറ്റ് ആണ്. ആംബിയറിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് MA എന്ന് പറയുന്നത്. അതായത് ആംബിയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്രയാ? 1000 MA ആണ് ആംബിയർ എന്ന് പറയുന്നത്. മനസ്സിലായ? അല്ല, സോറി, തെറ്റി. MA എന്ന് പറയുന്നത് 1000 ആംബിയർ ആണ്. ഇത് MA എന്ന് പറയുന്നത്. MA എന്ന് പറയുന്നത് മെഗയാണ്. അത് മെഗാ ആംബിയർ. 1000 ആംബിയർ ആണ് ഇത് MA എന്ന് പറയുന്നത്. കേൾക്കണ്ട? അപ്പൊ ഇതിനെ നമ്മൾ ആംബിയർ ആക്കുകയാണെങ്കിൽ ഇത് MA ആണ്. ഇവിടെ നമ്മൾ MA തന്നെ കാണിക്കണം. അത് അപ്പൊ ഇത് MA ആണ് എങ്കിൽ അപ്പോ ഇവിടെ നമുക്ക് 12/2.5 രണ്ട് ഭാഗത്തും നമ്മൾ ശരിക്കും എന്താക്കണം? ഒരു മിനിറ്റ് കേട്ടാ, ഒരു മിനിറ്റ്. MA എന്ന് പറയുന്നത് ശ്രദ്ധിക്കേട്ടാ, മില്ലി ആംബിയർ ആണ്. മില്ലി ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, 10,000 ആണ്. 10,000 മില്ലി ആംബിയർ ആണ് ഒരു ആംബിയർ. 10,000 മില്ലി ആംബിയർ ആണ് ഒരു ആംബിയർ. അപ്പൊ ശരിക്ക് ഒരു മില്ലി ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ സാധനം? ശരിക്കും എന്താ സാധനം? അത് ആംബിയറിനെ നമ്മൾ ബൈ 10,000 ആക്കുക എന്ന് പറയും നമ്മൾ. 10,000 ആക്കുക. ഓ സോറി, 10,000 വരില്ല, എത്ര? 1000 തന്നെ കേട്ടാ. 10,000 അല്ല, 1000 മില്ലി ആംബിയർ ആണ് ഒരു ആംബിയർ. 1000 മില്ലി ആംബിയർ ആണ് ഒരു ആംബിയർ. അപ്പോ ഒരു മില്ലി ആംബിയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? A/1000. അത് ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 2.5 മില്ലി ആംബിയർ എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ 2.5 മില്ലി ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? ഇതിനെ വീണ്ടും 2.5/1000 ആംബിയർ ആണ്. 2.5/1000 ആംബിയർ ആണ്. അങ്ങനെ വരുമ്പോൾ ഈ പോയിന്റ് ഒരു 3 സ്ഥാനം കൂടി കൃതിക്കണം. അപ്പൊ എത്ര വരും? 0. അതായത് ഈ പോയിന്റ് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ 5 ഓൾറെഡി ഉണ്ട്. 2 നീങ്ങി ഒരു 0 കൂടി ചേർത്ത് ഒരു 0 കൂടി ചേർത്ത്, കണ്ട ഇങ്ങനെയാണ് വരിക. ഇത്രയും ആംബിയർ ആണ്. ഇത് വന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? സംശയമില്ലല്ലോ? കൺഫ്യൂഷൻ മാറിയില്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. അതായത് 1000 മില്ലി ആംബിയർ ആണ് ഒരു ആംബിയർ. അതായത് ഒരു മില്ലി ആംബിയർ എന്ന് പറയുന്നത് ആംബിയർ ബൈ 1000. അപ്പൊ 2.5 MA എന്ന് പറയുന്നത് മില്ലി ആംബിയർ എന്ന് പറയുന്നത് 2.5/1000 ആംബിയർ. അതായത് 0.0025 ആംബിയർ. നോക്കൂ, അതുപോലെ അത് ഈ സാധനം അതായത് ഇതിനെ നമ്മൾ ആംബിയർ ആക്കുമ്പോൾ ഇത് MA ആണ്. ഇത് 12 വോൾട്ട് ആണ്. കേൾക്കണ്ട? അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 12 ശരിക്ക് ഇതിനെ മില്ലി ആംബിയർ ആംബിയറിലേക്ക് ആക്കണം. അങ്ങനെയാണ്, ആംബിയറിലാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. എപ്പോഴും ആംബിയറിലാണ് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുന്നത്. അപ്പൊ 12/2.5 മില്ലി ആംബിയർ എന്ന് പറയുന്നത് ആംബിയർ ആക്കുമ്പോൾ ഇത് വരും 0.0025 എന്താവും? ആംബിയർ ആവും. കേട്ടാ? ഇത് മനസ്സിലായ? അതെ, അവിടെ ഞാനത് കാട്ടിയിട്ടുണ്ട്. ഇനി അത് ഇപ്പുറത്ത് നമ്മൾ ഈ പോയിന്റ് കളയാനായിട്ട് രണ്ട് ഭാഗത്തും
12/0.0025 ഇൻറ്റു രണ്ട് ഭാഗത്തും ഇവിടെ പോയിന്റിന് ശേഷം 4 അക്കമാണുള്ളത്. അപ്പൊ 4 അക്കം 4 0 കൊണ്ട് നമ്മൾ ഗുണിച്ചു. അപ്പൊ എത്ര വരും? 12,000 അല്ല 12,000 അല്ല 12ഉം പിന്നെ 4 0 1,20,000 ബൈ എത്ര വന്നു? 25 വന്നു. 1,20,000 ബൈ 25. അപ്പൊ എത്ര വരും? 1-ന് പോയില്ല, 12-ന് പോയില്ല, 120-ല് 4 തവണ, ബാക്കി 20 200-ല് 8 തവണ. അപ്പൊ 120 4 തവണ, 20-ല് 8, 200-ല് 8 തവണ, പിന്നെ 2 0. ആ 2 0 ഇട്ടു. അത്രയും എന്താ വരിക? ഓ, മനസ്സിലായ? 4800 ഓം. ഇതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, സംശയമില്ലല്ലോ? പറയണം ഒന്നുകൂടി. ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പോ നമ്മൾ 12ാമത്തെ അല്ലേ ചെയ്ത, അടുത്ത് 15ാമത്തെ. ഇഫ് കാണാണ്ടല്ലോ അല്ലെ. ഇഫ് 0.2 ഓം, 0.3 ഓം, 0.4 ohm, 0.5 ohm and 12 ohm resistors are connected to a 9-volt battery in parallel. What will be the current through 12 ohm resistor? നോക്കട്ടാ, ഇതെല്ലാം പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യണത്. ഇതെല്ലാം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 12 ഓം റെസിസ്റ്ററിൽ മാത്രമുള്ളത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. 12 ഓം 9 വോൾട്ടിലൂടെ ഉള്ളത്, 9 വോൾട്ടിലാണ് ഘടിപ്പിക്കുന്നത്. 12 ഓമിലൂടെ ഉള്ളത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോ എന്ത് കറണ്ട് കേട്ടാ, ഇത് മാറ്റട്ടെ ഞാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കൂ, ഇവിടെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. സീരീസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വോൾട്ടത ഡിഫറൻ്റ് ആയിരിക്കും, ഐ സെയിം ആയിരിക്കും. പക്ഷെ പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ, പാരലൽ ഒന്നിന്റെ അടിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഐ സെയിം ആയിരിക്കും, പക്ഷെ വോൾട്ടത സെയിം ആയിരിക്കും, പക്ഷെ ഐ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അല്ലേ? ശരിയല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ? അതായത് ഞാനിവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതാം. ഇൻ സീരീസ് എന്താ? ഐ സെയിം, വി ഡിഫറൻറ്റ്. ഓക്കെ, ഡിഫറൻറ്റ്. ഇനിയോ ഇൻ പാരലൽ എന്താ? ഐ ഡിഫറൻറ്റ്, വി സെയിം. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ എഴുതിയത് തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മാഷ് ചോദിക്കട്ടെ, ഇവിടെ 0.2 ഓം, 0.3 ഓം, 0.4 ഓം, 0.5 ഓം, പിന്നെ 2 ഓം എന്നൊക്കെ പറഞ്ഞിട്ട് പല റെസിസ്റ്ററുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ എല്ലാ ഓമിലൂടെയും പോകുന്ന, ഈ എല്ലാ റെസിസ്റ്ററുകളിലൂടെയും പോകുന്ന വോൾട്ടത എന്തായിരിക്കും? സെയിം എന്ന് വെച്ചാൽ എത്ര ഇവിടെ വോൾട്ടത എന്നുള്ളത്? 9. അങ്ങനെയാണെങ്കിൽ 12ന്റെ വോൾട്ടത, 12ലൂടെ കടന്നു പോകുന്ന വോൾട്ടത എന്തായിരിക്കും? 12 ഓമിലൂടെ കടന്നു പോകുന്ന ആ വൈദ്യുതിയുടെ കറണ്ടിന്റെ വോൾട്ടതയും എന്തായിരിക്കും? സെയിം അല്ലേ? therefore നമ്മളിവിടെ വരച്ചു, കണ്ട എന്തുട്ടാ? വോൾട്ടത ഐ ആർ. ഇതിന് വോൾട്ടത 12 അല്ലേ? ഐ എത്രയാ? അല്ല, വോൾട്ടതയാണോ 12? വോൾട്ടത 9 അല്ലേ? വോൾട്ടത 9, ഐ എത്രയാ? 12. മാറ്റില്ലാന്ന്. അതായത് നമ്മള് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത്രയൊന്നും ആലോചിച്ചാൽ മാത്രം മതി. വോൾട്ടത മാറുന്നില്ല. എല്ലാ റെസിസ്റ്ററുകളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് അതിന്റെ വോൾട്ടത എത്രയാ?
9. അപ്പൊ 12-ലും 9 തന്നെ. അപ്പൊ 6 എത്രയാ? 6 കണ്ടുപിടിച്ചാൽ മതി. therefore r is equal to എന്ത് വരും? b/i, അതായത് 12/9. അല്ലെ, പിന്നെയും തെറ്റിച്ചല്ലോ. എത്ര? 9/, എത്രയാ? 12. അപ്പൊ എത്ര വരും? ഇവിടെ 3/4. നമുക്കത് പോയിന്റ് ആക്കി എഴുതാം കേട്ടാ. പോയിന്റ് ആക്കിക്കോളൂ ആംപിയർ കാണുമ്പോൾ. 12 9 0 തവണ 0 × 12 0. ഞാൻ ഇവിടെ ശരിക്കും ഹരിക്കുന്ന ഓർഡർ കാണിക്കുന്നുണ്ട് കേട്ടാ. നോക്കുക, 0 9 ആവാൻ 9. ഇനി പോയിന്റ് ഇട്ടു 0 ഇട്ടു 0 ഇറക്കിട്ടു. 0 90-ല് 12. 12 8 96 അപ്പൊ 12 7 90 84. 4 10 ആവാൻ 6, ബാക്കി 1. 9 9 ആവാൻ 0. വീണ്ടും ഇവിടെ 0 ഇട്ട് 0 ഇറക്കിട്ടു. 60-ല് 12 5 തവണ. അപ്പൊ കറക്റ്റ് നമുക്ക് കിട്ടി 0. എത്രയാ? 75 മുക്കാൽ. 0.75 Ω. ഇത് ഇങ്ങനെ ചെയ്തിട്ടാണ്. ഓക്കെ, ഇതിന് കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഫോട്ടോവും ഇട്ടുതരാം കേട്ടാ. അതായത് നമുക്ക് തെറ്റിയത് എന്താ വെച്ചാല് ഇവിടെ ഐ അല്ല തന്നുള്ളത്, ഐ ഡിഫറന്റ് ആണ്. അപ്പൊ ഐ അല്ല, ഇവിടെ എന്താ? ഐ ആണ് കാണേണ്ടത്. ഐ ഈസ് ഈക്വൽ ടു v/ എത്രയാ? 9/12. അപ്പൊ ഓം അല്ല, അതെന്താ സാധനം? ഇത് ആംപിയർ ആണ് കേട്ടാ. ശരിയായില്ലേ ഇപ്പൊ അത്? ഓക്കെ. എന്താ ദൈവമേ, നമ്മള് ഇന്നത്തെ ദിവസം പോക്കാട്ടാ. വളരെ പ്രശ്നത്തിൽ കൂടെ പോണത്. ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂട്ടാ, എന്തൊരു കുഴപ്പമുണ്ട്. മാഷ് വീഡിയോ ഇട്ടെന്നാ പോരെ? ഇതിട്ടരാം. ശരി, ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത അയച്ച ഫോട്ടോ മാറ്റി ഇടേണ്ടി വരും. ആ ഫോട്ടോ ഞാനിത് ഡിലീറ്റ് ചെയ്തു. വേറെ ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഇനി ഇതാ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം നോക്കൂ. when how many resistors of 176 should be connected in parallel to get 5 ampere current from 220 volt supply? ഇവിടെ ചോയ്സ് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ കണക്ക് ചെയ്യാൻ വേണം. എന്താ? 220 വോൾട്ട് സപ്ലൈ ഉണ്ട്, അതിൽ 5 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നില്ല. 176 പ്രതിരോധമുള്ള എത്ര പ്രതിരോധകങ്ങൾ സമാന്തരമായി ഘടിപ്പിക്കണം എന്നാണ് ചോദിച്ചത്. അതായത് എത്ര പ്രതിരോധങ്ങൾ സമാന്തരമായാലാണ് അവിടെ എന്താ പറയണത് 5 ആംപിയർ കറണ്ട് ആകും. അപ്പൊ നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത് എല്ലാം 176 ആണ്. നമ്മളപ്പോ ഇവിടെ ഇത് ചെയ്യുമ്പോ ആദ്യം നോക്കൂ, തന്ന സാധനങ്ങളൊക്കെ ഒന്ന് എഴുതുകയാണെങ്കിൽ 220 വോൾട്ട്, ബി എന്ന് പറഞ്ഞത് 220 ബി, പിന്നെ ആംപിയർ ഐ എന്ന് പറഞ്ഞത് 5 ആംപിയർ, പിന്നെ
R എന്ന് പറയുന്നത് എത്രയാ? 176 ഓം അല്ലേ? 176 ഓം. ഇതാണ് അപ്പൊ നമ്മള് ഇതില് ആദ്യം ഈ 6 176 ഇത് കിട്ടണം. ഇത് കിട്ടേണ്ടതാണ്. ഇത് ശരിക്കും ചോദ്യത്തിന്റെ ഭാഗമല്ലേ, നമുക്ക് തന്നിരിക്കുന്ന സാധനമല്ല, ഇത് കിട്ടേണ്ടതാണ് അല്ലേ? വി ഹാവ് ടു ഗെറ്റ്. അപ്പൊ ഞാനിത് ലാസ്റ്റ് എഴുതി. വി 220 വോൾട്ട്, ആർ 176 ഓം. വി ഹാവ് ടു ഗെറ്റ്. വി ഹാവ് ടു ഗെറ്റ് എത്രയാ? 5 ആംപിയർ. അതാണ് നമ്മുടെ ഉത്തരം. വി ഹാവ് ടു ഗെറ്റ് ഐ എത്രയാ? 5 ആംപിയർ. ഇപ്പൊ നിലവിൽ നമുക്ക് എത്ര ആംപിയർ ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഓംസ്, ഇത് ഓംസ് ട്രയാങ്കിൾ വെച്ച് ഞാനിത് ഒരു ഐഡിയ നമ്മുടെ രീതിയിൽ നമ്മൾ പരീക്ഷയ്ക്ക് വന്ന് നമുക്ക് ഏതെങ്കിലും എടുത്ത് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അതിന്റെ ഒരു കാര്യം ഞാൻ പറയാണ്. വി ഐ ആർ, അതിൽ ആർ എന്ന് പറയുന്നത് 176 തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് 220 തന്നിട്ടുണ്ട്. അപ്പൊ ഐ എത്രയാണ്? ഐ ഈസ് ഈക്വൽ ടു 220/176 ആണ് അല്ലെ നിലവില്. അപ്പൊ എന്തായാലും 220-നെ ശ്രദ്ധിക്കുക, 220-നെ 176 കൊണ്ട് ഹരിച്ചാൽ എന്തായാലും 1 പോയിന്റ് സംതിങ് കിട്ടുള്ളൂ. 1/, അല്ലേ? ശരിയല്ലേ? അപ്പോ ഇവിടെ നമുക്ക് ഹരിക്കുമ്പോ നോക്ക, 5 ആവണം ആൻസർ. വേണ്ടിട്ടാ ആൻസർ എന്താവണം? 5 ആവണം. 5 ആവണമെങ്കിൽ 5 ഇവിടെ 220-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 നമുക്ക് ആൻസർ ആവണം എന്നുണ്ടെങ്കിൽ നോക്കുക, മുകളിൽ നമുക്ക് 5 കിട്ടണം, അടിയിൽ നമ്മൾ ഹരിക്കണത് എത്രയാ? 176 കൊണ്ടാണ് കേട്ടോ. അപ്പോ 5 ആവണം എന്നുണ്ടെങ്കിൽ കാര്യം നമുക്ക് നേരെ ചോയ്സിലേക്ക് തന്നെ പോവാം. നല്ലത്. ചോയ്സ് എന്താ ഇവിടെ തന്നുള്ളത്? എത്ര തന്നുണ്ട്? 2 തന്നുണ്ട്. 2 തന്നിട്ടെന്ന് പറഞ്ഞാൽ 176 2 തവണ എടുത്തു അല്ലേ? എല്ലാതാവുമ്പോ ഇങ്ങനെ എടുത്തു. ഒരു മിനിറ്റ് ഇടാ, ഇത് ചെയ്യാണ്ട് ശരി. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാട്ടോ. അടുത്ത കണക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നോക്കൂ, പറയണത് ഒരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു മിനിറ്റ്, നമുക്ക് ലാസ്റ്റ് നോക്കാം. ഞാനതൊന്നും നോക്കട്ടെ. നിങ്ങൾ അടുത്ത പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴേക്കും നോക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കും. ആലോചിക്കലും പറയലും കൂടിയിട്ട് ഒരുമിച്ച് നടക്കണേ. നോക്കാം. ഇഞ്ചക്ഷൻ വന്നപ്പോൾ ഒരു പ്രശ്നം പറ്റില്ല. നോക്കാം. നോക്കുക, ഡെപ്പിക്റ്റ് ഫിഗേഴ്സ് ഷോവിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് 3 റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട് ടു ഗെറ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 9 ohm 4 ohm. അതായത് ഇത് പ്രസന്റ് ചെയ്തില്ല അല്ലേ? നോക്കൂ, നോക്കുക, depict a figure showing arrangement of 3 resistors in a circuit to get effective resistance of 9 ohm and 4 ohm. അതായത് 3 റെസിസ്റ്റേഴ്സ് നമ്മളൊരു സർക്യൂട്ടിൽ ഘടിപ്പിക്കുകയാണ്. അങ്ങനെ ഘടിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാവണം? 9 ആവണം. അതേപോലെ 4 ആവണം. 9 ആവണം, 4 ആവണം.
അതിലെന്തൊരു സാധനം വിട്ടുപോയിണ്ടല്ല. 3 റെസിസ്റ്റേഴ്സ്. ഇതിന്റെ മലയാളം ബുക്കില് ഇതില് നിങ്ങളുടെ ബുക്കിൽ എന്താ ഈ ചോദ്യം? പ്രശ്നമുണ്ട്. നോക്ക്, ഒരു മിനിറ്റ് ഇട്ടാ, ഞാൻ മലയാളം ബുക്ക് ഒന്ന് നോക്കട്ടെ ഏട്ടാ. മലയാളം ബുക്ക് ഇപ്പൊ എടുക്കാം നമുക്ക്. മലയാളം ബുക്ക് ഞാൻ പറയണത് കേൾക്കണ്ടാ? ഒരു മിനിറ്റ്, നിങ്ങൾ മലയാളം ബുക്കുള്ള ആൾക്കാരൊന്ന് നോക്കി നോക്കിയാൽ എന്തൊട്ട് എഴുതിയിട്ടുള്ളത്. ഒരു മിനിറ്റ്, ഇതില് പ്രതിരോധകം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ചോദ്യത്തില് പ്രശ്നമൊന്നുമില്ല, ചോദ്യത്തില് കറക്റ്റ് ചെയ്യാം. രണ്ടിലും പ്രതിരോധകം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് പ്രതിരോധകത്തിന്റെ റെസിസ്റ്റൻസ് എന്ത് വേണമെങ്കിലും ആവാം. അതായത് ഇന്ന ഓമിനുള്ള പ്രതിരോധകം എന്ന് അവര് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞത് പ്രതിരോധകത്തിന്റെ എണ്ണമാണ് അവിടെ പ്രധാനം. പ്രതിരോധകത്തിന്റെ എണ്ണമാണ് പ്രധാനം. 3 പ്രതിരോധകങ്ങളാ പാടുള്ളൂ. ആ 3 പ്രതിരോധകങ്ങൾ ഏതെല്ലാം രീതിയിൽ ഘടിപ്പിച്ചാൽ 9 ഓം കിട്ടും, അതേപോലെ 4 ഓം കിട്ടും. അതേ പ്രതിരോധകം തന്നെ ഉപയോഗിച്ചിട്ട് എന്തും കിട്ടണം, നമുക്ക് 4 ഓമും കിട്ടണം. ഓരോ പ്രതിരോധകത്തിന്റെയും 3 ഓം വീതാണെന്ന് പറഞ്ഞിട്ടുണ്ടാ? അതിന്റെ ആൻസർ കൊടുത്തുള്ളാണോ? അല്ല, 3 ഓമിന്റെ 3 റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്കത് 9 ഓം കിട്ടാൻ പ്രയാസമില്ല. 3ഉം ഒരു ഇങ്ങനെ പിന്നിക്ക് പിന്നാലെ വെച്ച് പോയാൽ മതി. ശരിയല്ലേ? 9 ഓം കിട്ടാൻ. 4 ഓം കിട്ടാനോ? അത് 4.5 ഉണ്ട് അല്ലേ? അപ്പോ 4.5 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ 3ന്റെ കൂടെ 1.5 കൂട്ടുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3ന്റെ കൂടെ 1.5 കൂട്ടുക. അപ്പോ 3ഉം സമാന്തരമായിട്ട് വെച്ചാൽ 1.5. ശരിയല്ലേ? അപ്പോ ആ ടെക്സ്റ്റിലത്തെ കണക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു മിനിറ്റ് ഇട്ടാ, നമുക്ക് ഇതും അതും നോക്കാം. നമുക്ക് ഒരു മിനിറ്റ്, തിരക്കടിക്കല്ലേ നിങ്ങൾ. നോക്കട്ടാ, നോക്കൂ, ഇവിടെ പറയണത് ഇപ്പോ ആ പഴയ ടെക്സ്റ്റില് കൃത്യമായിട്ട് 3 ഓമിന്റെ 3 എണ്ണം എന്ന് പറയുന്നുണ്ട്. 3 എണ്ണം, 3 ഓമിന്റെ 3 എണ്ണം. അപ്പൊ 9 ഓം കിട്ടാൻ പ്രയാസമില്ല. എന്ത് ചെയ്യും? 3 ഓം പ്ലസ് എന്താ 3, ഇങ്ങനെ എഴുതാം. ഇങ്ങനെ, അതായത് ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇത് 3 ഓം 3 ഓം 3 ഓം. അപ്പൊ എത്രയായി? ടോട്ടൽ 9 ഓം. ഇനി 4.5 ഓം ആണെങ്കിൽ ഏതൊക്കെ 9 ഓം ചോദിച്ചിട്ടുണ്ട്, പിന്നെ 4.5 ഓം ആണെങ്കിൽ നമുക്കറിയാം 3 ഓമിന്റെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ 4.5 ഓം കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1.5 കിട്ടിയാൽ മതി. അപ്പോ അത് ഇതാ ഇങ്ങനെ വരും. ഇത് 3 ഓം അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് എത്രയായിരിക്കും? 4.5 ഓം. ഇത് പഴയ ബുക്കിന്. ഇനി ഇത് പഴയ ബുക്ക്, ഇത് ഞാൻ അടിയിൽ വരച്ചോട്ടാ. ഓക്കെ, ഇനി ഇവിടെ പറയണത് 9 ഓം കിട്ടണം, 4 ഓം കിട്ടണം. നിങ്ങൾക്ക് റെസിസ്റ്ററുകള് 3 റെസിസ്റ്ററുകൾ ഉപയോഗിച്ചാൽ ഇത് രണ്ടും കിട്ടാവുന്ന തരത്തിൽ 3 റെസിസ്റ്ററുകൾ ഉപയോഗിക്കാനാണ് പറയണത്. അപ്പോ അത് 9 ഓം കിട്ടാൻ നമുക്കൊരു പണിയുണ്ട്. 9 ഓം കിട്ടാൻ നോക്കട്ടാ, ഇതല്ലാതെ 3 തന്നെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ 9 ഓം കിട്ടാൻ 6 ഓമിന്റെ കൂടെ അതിന്റെ പകുതി കൂട്ടിയാൽ പോരെ. 6ന്റെ കൂടെ പകുതി കൂട്ടിയാൽ പോരെ. അതായത് ഇങ്ങനെ വെച്ചിട്ട് 6 ഓം, എന്നിട്ട് അതിന്ന് 6 ഓം തന്നെ ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. ശരിയല്ലേ? ഇങ്ങനെ കൊടുത്താൽ, സോറി, ഇതിങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൊടുത്താൽ ഇവിടെ ഇഫക്റ്റീവ് എന്തായിരിക്കും?
6ഉം 6ഉം 6ന്റെ പകുതിയില്ലേ, 2 6 ഇങ്ങനെ പാരലായിട്ട് വരുമ്പോ പകുതിയല്ലേ വരിക. അത് 6ന്റെ കൂടെ കൂട്ടുമ്പോ എത്ര വരും? 9 ഓം. ശരിയല്ലേ? പാരലായിട്ട് വരുമ്പോൾ അല്ലേ? ഇത് 6, ഇതിന്റെ കൂടെ ഇത് രണ്ടും ഇങ്ങനെ വരുമ്പോ അതിന്റെ പകുതി 6ന്റെ കൂടെ 3 കൂട്ടുക. അപ്പൊ ഇത് 9 ഓമാണ്. ഇനി 4 ഓം കിട്ടാൻ വല്ല മാർഗമുണ്ടോ? 4 ഓം കിട്ടാൻ ഈ 6 വെച്ചിട്ട് തന്നെ നമുക്ക് കിട്ടും. ആലോചിച്ച് നോക്കുക. ഇപ്പൊ 6 എന്ന് പറയുന്നതിന്റെ പകുതി 3ആണ്. അതേസമയം 2 6കള് പാരലായിട്ട് വെച്ചാൽ ശരിക്കും 12 ഓമാണ്. ആ 12ന് പാരലായിട്ട് ശ്രദ്ധിക്കുക 6 വെച്ചാൽ എത്രയും നോക്കാം നമുക്ക്. 12ന് പാരലായിട്ട് 6 വെച്ചാൽ അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. R ഈസ് ഈക്വൽ ടു എത്ര വരും? R ഈസ് ഈക്വൽ ടു R1 R2 by R1 plus R2. അപ്പോ എത്ര വരും? 6 × 12 by 6 plus 12. അപ്പൊ 6 12 എത്രയാ? 48. 48 by 6ഉം 12 എത്രയാ? 18. 48ൽ 6 12 എത്രയാ? 72 അല്ലേ? 72 by 18. ഇനി 18 എന്ന് പറയുന്ന സാധനം നോക്കുക. 18 72ല് എത്ര തവണ പോകും നോക്കി നോക്കിയേ. 18 72ല് 8 4 32, 8 4 കറക്റ്റ് അല്ലേ? 4ആണത്. 4അല്ലേ? മനസ്സിലായ? 72 by 18 ശരിയല്ലേ? ഇത് 4ആണ് അല്ലേ? 4 8 32, ബാക്കി 3. 4 4 3 7. മനസ്സിലായ? അതായത് ഇവിടെ ഇതാ നോക്കുക. 6 ഓമിന്റെ 2 ഇങ്ങനെ വെക്കുക. ഇത് 6 ഓം, ഇതും 6 ഓം. എന്നിട്ട് ഒരെണ്ണം ഇതിന് പാരലായിട്ട് വെക്കുന്നു. എത്ര ഓം? 6 ഓം. കണ്ട? അപ്പൊ അത് എത്രയായിരിക്കും? 4 ഓം ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കണക്കുകൾ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് ചോദിക്കുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇതൊന്നും പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ പരീക്ഷ ഹാളിൽ ഇരുന്ന് ഇത്രയ്ക്ക് നമ്മളെ ചിന്തിപ്പിക്കില്ല. ടെക്സ്റ്റിലുള്ളത് തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മതി. എന്തായാലും ഇത് രണ്ടും, ഇത് പഴയ ബുക്കിലത്തെ, ഇത് പുതിയ ബുക്കിലത്തെ, ഇത് രണ്ടും നിങ്ങൾ എഴുതിട്ടോ കേട്ടോ. ഇത് 4.5ആണ്. 9ഉം 4.5. ഇത് 9ഉം എത്രയാ? 4. ഇത് ഫോട്ടോ എടുത്ത് അയക്കണ. ആ വർക്ക് ചെയ്തതൊക്കെ എഴുതിയെടുത്തോളൂ കേട്ടോ.
കഴിഞ്ഞ ഓക്കെ. എങ്കിൽ നമ്മൾ നേരത്തെ ആ വിട്ടുപോയ കണക്ക് നമുക്ക് നോക്കാം. പറയട്ടെ. നമ്മളിവിടെ എടുത്തത് എത്രാമത്തെ ആയിരുന്നു? 16ാമത്തെ ചോദ്യം. 16ാമത്തെ ചോദ്യം ഇതാ ഇവിടെ വീണ്ടും കാണിച്ചിട്ടുണ്ട് ഞാൻ. ആ 16ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. അതില് ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 176 176 ഓമിന്റെ എത്ര റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചാൽ, അത് എങ്ങനെ ഉപയോഗിച്ചാൽ, പാരലൽ ആയിട്ട് ഉപയോഗിച്ചാൽ, ശ്രദ്ധിക്കുക, to get a 5 ampere current from 220 volt supply. 5 ആംപിയർ കറണ്ട് നമുക്ക് 220 വോൾട്ട് സപ്ലൈയിൽ കിട്ടുമെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇത് നമ്മളൊരു പ്രോബ്ലം പോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടാ, ഇത് ഇപ്പൊ പ്രസന്റ് ചെയ്ത് കാണണ്ട നിങ്ങള്? അതെ, ഓക്കെ. അപ്പൊ അതില് ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മിനിറ്റ് കേട്ടാ, ഒന്നും കൂടി. നമ്മൾ പറഞ്ഞത് എത്രാമത്തെ കണക്കാ? 16ാമത്തെ കണക്കാണ്. ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 176 ഓം ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു ഗെറ്റ് ഓക്കെ 5 ആംപിയർ ടു 20 വോൾട്ട്. ഇത് നേരത്തെ നമ്മൾ വിട്ടുപോയി പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ചെയ്യണത് കേട്ടോ. ഓക്കെ. ഇനി ഇതില് ഞാൻ ആ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് എഴുതാണ്. എത്ര ആംപിയറിന്റെ നമുക്ക് ഇവിടെ തന്നത്? ഗിവൻ ആർ അല്ലെ? ഗിവൻ റെസിസ്റ്റേഴ്സിന്റെ ആർ 176 ഓം പെർ റെസിസ്റ്റർ. പിന്നെ ഗിവൻ വോൾട്ട് എത്രയാ? 220 വോൾട്ടാണ്. റിക്വയേർഡ് ഐ ആണ് ഇവിടെ എത്ര പറയുന്നത്? 5 ആംപിയർ, 5 ആംപിയർ. അതായത് നമ്മള് ഓംസ് ലോ പ്രകാരം, ഓംസ് ലോ എന്ന് പറയുന്നത് ഇതാണ്, വി ഐ ആർ. അത് പ്രകാരം വി ബൈ ആർ, വി ബൈ ആർ, വി ഷുഡ് ഗെറ്റ് വി ബൈ ആർ ഈക്വൽ ടു എത്രയാ? 5 അല്ലെ? വി ബൈ ആർ എന്ന് പറയുന്നത് എത്രയാ? 5 ആകണം. അപ്പൊ ഞാനിവിടെ ഇതേ നോക്കട്ടാ, ഇവിടെ വി എന്ന് പറയുന്നത് എന്തായാൽ, അതായത് ബീനെ 5 കൊണ്ട് ഇതിങ്ങനെ മാറ്റിയാൽ, ബീനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആർ എന്താകും? ഇത് ചിന്തിച്ചാൽ മതി നമ്മൾ. പോരെ? ഇങ്ങനെ ചിന്തിച്ചാ പോരെ? നമുക്ക് വേണ്ടത് ആറ്. എത്ര ആറായാൽ? ചോദ്യം ശരിക്ക് 5 ആംപിയർ ആകാൻ എത്ര ആറ് എത്രയാവണം? അതല്ലേ നമ്മുടെ ചോദ്യം ശരിക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വി ബൈ ആർ 5 ആവണം. വി ഷുഡ് ഗെറ്റ് വി ബൈ ആർ 5. therefore എന്താണ്? ടു ഗെറ്റ് 5 ആംപിയർ what should be R അല്ലേ? 5 ആംപിയർ കിട്ടാൻ, 5 ആംപിയർ കിട്ടാൻ ആർ എന്തായിരിക്കണം എന്ന് വെച്ചാൽ വി ബൈ 5 സമം ആർ അല്ലേ? ഇങ്ങനെ എടുത്തുകൂടെ നമുക്ക്? അതായത് ഇവിടെ ആർ എന്ന് പറയുന്നത് വി ബൈ ഐ ആണ് എന്ന് വെച്ചാൽ ഇവിടെ ഐ എന്ന് പറഞ്ഞത് എത്രയാ? 5 കൊടുക്കുകയാണ്. 5 കൊടുക്കുകയാണ്. അതായത് എത്രയാ? 220 ബൈ എത്രയാ? 5 എന്ന് പറയുമ്പോ അത് എത്ര വരും? 44 അല്ലെ? 44 അല്ലേ വരിക? 44 ഓം കിട്ടുന്ന വിധത്തിൽ നമ്മൾ 176നെ ഘടിപ്പിക്കണം. എങ്ങനെ ഘടിപ്പിക്കും? നമുക്ക് കിട്ടേണ്ടത് 44 ഓം. അപ്പോ ഇതാ നോക്കൂ, ടു ഗെറ്റ് 44 ഓം അല്ലേ? നമ്മള് 176 എടുക്കുക. 176ന്റെ പകുതി എത്രയാ?
176 രണ്ടെണ്ണം ഇങ്ങനെ വെച്ചു. ശ്രദ്ധിക്കേട്ടാ, 176 ഒരെണ്ണത്തിന്റെ ഒപ്പം വേറെ ഒരെണ്ണം വെച്ചു. അപ്പോ പകുതിയായി. 176ന്റെ പകുതി എത്രയാ? 176ന്റെ പകുതി 100ന്റെ പകുതി 88 അല്ലേ? 88 ഇപ്പൊ ഇവിടെ. ഇതേപോലെ ഒരു രണ്ടെണ്ണം കൂടി വെച്ചാൽ അപ്പൊ 88ന്റെ പകുതിയാവില്ലേ അല്ലേ? രണ്ടെണ്ണം വെച്ചപ്പോ എത്രയായി? ഇതാ, അതിങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ് കാണിക്കാം. രണ്ടെണ്ണം ഇങ്ങനെ വെച്ചപ്പോൾ എത്രയാ? 88 അല്ലേ? ശരിയല്ലേ? അപ്പോ ഒരു രണ്ടെണ്ണം കൂടിയും ഇങ്ങനെ വെച്ചാൽ അപ്പൊ 88 ഇങ്ങനെ പാരലായിട്ട് വരുമ്പോ എത്ര വരും? എത്ര വരും? 44. അപ്പൊ ശരിക്കും പറഞ്ഞ എത്ര എണ്ണം പാരലായിട്ട് വരണം അവിടെ? 4 എണ്ണം. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ. അപ്പോ അപ്പൊ ഇത് ഫോട്ടോ എടുത്ത് അയക്കാം ഞാൻ. കഴിഞ്ഞില്ലേ ഇപ്പൊ എടുത്ത ചോദ്യങ്ങളെല്ലാം? അപ്പൊ ഇത് നോക്കട്ടാ, ഇത് നന്നായി ശ്രദ്ധിച്ച് പഠിക്കട്ടാ. ഈ സാധനങ്ങൾ വർക്ക് ചെയ്ത് പഠിച്ചോളൂ നിങ്ങൾ. ഈ പാഠം തന്നെയാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമുള്ളതൊന്നും ഇല്ല. ശരി.